കരുവള്ളൂർ ശിവക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവമാണ് വിരുത്തിക്കൂത്തുത്സവം. തുലാമാസക്കാലം മുഴുവൻ നടക്കുന്ന കൂത്തുത്സവത്തിന്റെ സമാപനം നടക്കുക വൃശ്ചിക സംക്രമ ദിവസമാണ്. ആ വൃശ്ചിക സംക്രമ ദിവസമാണ് ക്ഷേത്രത്തിൽ ഒരൊറ്റ ദിവസം മാത്രമേ അന്ന് വിരുത്തിക്കൂത്ത് അരങ്ങേറുകയുള്ളൂ. അന്ന് രാവിലെ 11 മണിയോടുകൂടി തന്നെ വിരുത്തിക്കൂത്ത് നമ്മുടെ ക്ഷേത്ര കൂത്തമ്പലത്തിലേക്ക് എത്തും. വൈകുന്നേരം 4 മണിവരെയെങ്കിലും കൂത്ത് ക്ഷേത്രത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. വിരുത്തിക്കൂത്തിനും ഒരുപാട് ഐതിഹ്യങ്ങൾ ഭക്തരുടെ മുഴുവൻ മനസ്സിലുണ്ട്. നമ്മുടെ ഈ കരുവള്ളൂർ ശിവക്ഷേത്രത്തിൽ പണ്ടൊക്കെ നമ്മുടെ ഒരുപാട് ആധിയും വ്യാധിയും നിറഞ്ഞ കാലഘട്ടമാണ്. അപ്പോൾ ഈ ആദിയും വ്യാധിയും നിറഞ്ഞ കാലഘട്ടത്തിൽ ഒരു ഗ്രാമവാസികളെ മുഴുവൻ സംരക്ഷിച്ചു പോരുക ആ ഗ്രാമത്തിൻ്റെ കരുവള്ളൂരപ്പനാണ് എന്നുള്ളൊരു വിശ്വാസമാണ്. കരുവള്ളൂരപ്പൻ എന്ന വിളിപ്പേരിലാണ് പ്രിയപ്പെട്ടവരൊക്കെ കരുവള്ളൂർ ശിവക്ഷേത്രത്തെ വിളിക്കുക. അപ്പോൾ കരുവള്ളൂരപ്പനാണ് നമ്മളെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ള ഒരു വിശ്വാസ ഭക്തരുടെ ഇടയിലൊക്കെ ഉണ്ട്. നമ്മളെ കരുവള്ളൂരിലെ അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിലെ ഈ ഭാഗങ്ങളിലെ കുഞ്ഞുങ്ങളെ 16 വയസ്സ് വരെ കാത്തു സംരക്ഷിച്ചു പോരുന്നത് കരുവള്ളൂരപ്പനാണ് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ മുഴുവൻ ഇവിടെയുള്ളവർ മാത്രമല്ല, ഇവിടെ വന്ന് വിവാഹം കഴിഞ്ഞു പോയവരും ഈ അമ്പലവുമായി അറിയുന്നവരും ഈ അമ്പലത്തിൽ ബന്ധപ്പെടുന്ന ആളുകൾ മുഴുവൻ തങ്ങളുടെ മക്കളെ 16 വയസ്സ് വരെ കരുവള്ളൂരപ്പൻ കാത്തു സൂക്ഷിക്കും എന്നുള്ള ഒരു വിശ്വാസവും. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിരുത്തിക്കൂത്ത് അരങ്ങേറുന്നത്. ഈ 16 വയസ്സ് വരെ ഓരോ വർഷവും ഈ കുട്ടികളുടെ പേരിൽ വിരുത്തിക്കൂത്ത് കഴിപ്പിക്കുക എന്നുള്ളതാണ് ആ വിശ്വാസം. അതായത് കുട്ടികൾക്ക് 16 വയസ്സാകുന്നത് വരെ വൃശ്ചിക സംക്രമം ദിവസം നടക്കുന്ന വിരുത്തിക്കൂത്ത് അത് നിവേദ്യമായി സമർപ്പിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കരുവള്ളൂർ നിവാസികളുടെയും മറ്റ് പരിസര നിവാസികളുടെയൊക്കെ മനസ്സിലുള്ള ഒരു വിശ്വാസമാണ്. നമ്മൾ ആ വിശ്വാസത്തിൻ്റെ ആഴം അറിയണമെങ്കിൽ ഓരോ വർഷവും കഴിപ്പിക്കുന്ന വിരുത്തിക്കൂട്ടുകളുടെ എണ്ണം തന്നെ പരിശോധിച്ചാൽ മതി. ഏകദേശം 10,000-ലധികം ആളുകളുടെ പേരിൽ 16 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പേരിൽ ഇവിടെ വിരുത്തിക്കൂത്ത് കഴിപ്പിക്കാറുണ്ട്. അപ്പം അത്രയും വലിയ ഒരു സംഖ്യ ഉണ്ടാകുമ്പോൾ തന്നെ ഈ ഒരു വിശ്വാസത്തിൻ്റെ ആഴം എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ വിരുത്തിക്കൂത്ത് വളരെ പഥവിലാസം കൂത്ത് പോലെ തന്നെ കരുവള്ളൂർ അമ്പലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറുകയാണ്.